എന്ത് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിത അറസ്റ്റിൽ. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഡൽഹി മദ്യനയം അനുകൂലമാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് 100 കോടി രൂപ കൈക്കൂലി നൽകിയ ദക്ഷിണേന്ത്യൻ സംഘത്തിൽ കെ കവിതയുമുണ്ടെന്നാണ് EDയുടെ ആരോപണം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, നേരത്തെ ഡൽഹിയിലടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അറസ്റ്റ് നടപടി എപ്പോഴായിരുന്നു? ഇതിൽ BRSന്റെ കവിതയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടോ? ഗൂഗിൾ ഉച്ചയോടുകൂടിയാണ് ആദായനികുതി വകുപ്പും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കവിതയുടെ വീട്ടിലെത്തി, ഹൈദരാബാദിലെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കവിതയെ ഇനി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും, അവിടെ എത്തിച്ച് ചോദ്യം ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് EDയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ ഈ മദ്യനയം അനുകൂലമാക്കിയെടുക്കാൻ 100 കോടി രൂപ നൽകിയ ദക്ഷിണേന്ത്യൻ സംഘത്തിൽ കെ കവിതയുമുണ്ട് എന്നുള്ളതായിരുന്നു EDയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതിന് ഒരുപക്ഷെ കൃത്യമായ തെളിവുകൾ കൂടി EDക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം BRSന്റെ ഭാഗത്തു നിന്നും അവിടെയുണ്ട്. BRS MLA ഹരീഷ് റാവു ഉൾപ്പെടെയുള്ള ആളുകൾ കവിതയുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അകത്ത് പ്രവേശിപ്പിക്കാൻ ഈ ED ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. അങ്ങനെ വലിയ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് BRSന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഒരു പക്ഷേ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചോദ്യം ചെയ്യൽ ഡൽഹിയിലായിരിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗോകുൽ, മനേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരാകാത്തൊരു ഘട്ടമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെയാണ് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഗൂഗിൾ, തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. BRS വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അവിടെ തെലങ്കാനയിലൊക്കെ. പക്ഷേ ഈ ഘട്ടത്തിലുള്ള ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സമാനമായ രീതിയിൽ പക്ഷേ BRSന്റെ MLC എന്ന രീതിയിൽ ഈ കവിതയെ പലതവണ ചോദ്യം ചെയ്തിട്ടുള്ളതാണ് ED. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ, ഈ റെയ്ഡിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥർ BRS MLC ആയിട്ടുള്ള കവിതയുടെ വീട്ടിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ആദായനികുതി വകുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പരിശോധന നടത്തുകയും അതിനുശേഷമാണ് വളരെ കൃത്യമായി ഈ പറഞ്ഞ നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. ഡൽഹിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ എത്തിച്ചായിരിക്കും മറ്റ് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. എന്തായാലും BRSന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ BRS പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവിടെയുണ്ട്. അത് ഈ റെയ്ഡ് ആരംഭിച്ച സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, കവിതയുടെ വീടിന് മുമ്പിലും ഹൈദരാബാദ് മറ്റിടങ്ങളിലുമൊക്കെയായി വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കാനിരിക്കുക വലിയ തിരിച്ചടി തന്നെയാണ് BRSനെ സംബന്ധിച്ച കവിതയുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ്. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഈ BRSനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി കവിതയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഗൂഗിൾ, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് BRS നേതാവ് കെ കവിതയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ED. ഇതേസമയം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നടപടികൾ തുടരാം. മജിസ്ട്രേറ്റ് കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കെജ്രിവാൾ നാളെ നേരിട്ട് ഹാജരാകണമെന്ന് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, പലതവണ ചെറുത്തു നിന്നാണ്, പലതവണ നോട്ടീസ് നൽകിയപ്പോൾ ഹാജരാകാതിരുന്നതാണ്. പക്ഷേ കോടതി നേരിട്ട് ഹാജരാകാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ നിർദ്ദേശത്തിനൊക്കെ പിന്നാലെ ഇപ്പോൾ കെ കവിതയുടെ അറസ്റ്റ് കൂടി വരുന്നു. അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാകുന്നൊരു നിർദ്ദേശമല്ലേ ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഗോകുൽ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആം ആദ്മിക്ക് കൂടി തിരിച്ചടിയാവുന്നതാണ് ഈ നടപടി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 8 സമൻസുകളാണ് ED അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത്. ഈ 8 സമൻസുകളെയും അരവിന്ദ് കെജ്രിവാൾ അവഗണിക്കുകയായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു അന്വേഷണവുമായി സഹകരിച്ചില്ല. ഇത് തന്നെയാണ് ED മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത്. അതായത് ഈ അന്വേഷണവുമായി ഡൽഹി മുഖ്യമന്ത്രി സഹകരിക്കുന്നില്ല. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ കോടതിക്ക് മുന്നിൽ ഹാജരായത്. എന്നാൽ മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകുകയും അതിനായി നിശ്ചയിച്ച തീയതി അത് നാളെയാണ്. പക്ഷേ ഇതിനിടയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സെക്ഷൻ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ആ സെക്ഷൻ കോടതിയെ സമീപിക്കുകയും
മജിസ്ട്രേറ്റ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അത് സെഷൻ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. നാളെ നേരിട്ട് തള്ളിയൊരു ഘട്ടത്തിൽ നാളെ നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ അരവിന്ദ് കെജ്രിവാളിന് ഹാജരാക്കേണ്ടി വരും. എന്തായാലും തുടർ നീക്കങ്ങൾക്കായി, അതായത് വിചാരണ കോടതിയെ വേണമെങ്കിൽ ഇത്തരം ഇളവുകൾക്കായി വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് കൂടി സെഷൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ വിചാരണ കോടതിയെയും ഇതിന് മുൻപാകെ കെജ്രിവാൾ സമീപിച്ചെന്നിരിക്കും. എന്തായാലും നിലവിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാളെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഒരുപക്ഷെ തുടർന്നും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കെജ്രിവാൾ വിചാരണ കോടതിയെ സമീപിക്കും. ഗോകുൽ. ശരി അച്യുതൻ, ഏതായാലും പ്രതിപക്ഷ കക്ഷികളിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടി നേരിടുകയാണ്. BRS നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം അരവിന്ദ് കെജ്രിവാൾ നാളെ കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നു. ഹൈക്കോടതിയിലെ അദ്ദേഹത്തിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സമ്പൂർണ്ണ വാർത്താ സമ്മേളനം. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായെന്ന സൂചന. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തിയത്. നിതിൻ അഭിജിൻ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തകൃതിയായി നടക്കുകയുമാണ്. 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടം വേണ്ട എന്ന അഭിപ്രായം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഏത് സമയം മുതൽ ഏത് സമയം വരെ ആകാനാണ് ഇലക്ഷന്റെ ഒരു സാധ്യത? ഒപ്പം കേരളത്തിലെ അടക്കം തീയതികളെപ്പറ്റി സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഗോകുൽ, എന്തായാലും 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം തന്നെ BJPയും കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ്. നാളെ 3 മണിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുമെന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ ആകാംക്ഷ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജമ്മു കാശ്മീർ സന്ദർശിച്ച് 2 തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമെന്ന ചില സൂചനകൾ നൽകിയിരുന്നു. ഒരുപക്ഷെ അതെല്ലാം തന്നെ നാളത്തെ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ, അതായത് 2019 ഏപ്രിൽ 11 ആരംഭിച്ച തെരഞ്ഞെടുപ്പ് നടപടികൾ അത് 7 ഘട്ടങ്ങളിലായി മെയ് 19 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം മെയ് 23 ആയിരുന്നു അന്ന് ഫലപ്രഖ്യാപനം ഉണ്ടായത്. ഇത്തവണ ഒരു പക്ഷേ അത് ഏപ്രിൽ 11 തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളത്തെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം 7 ഘട്ടങ്ങളായിട്ടാകും തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ കേരളം അത് 2ാം ഘട്ടത്തിലാകാനുള്ള സാധ്യതയും ഇപ്പോൾ ഏറുന്നുണ്ട്. അതെല്ലാം നാളത്തെ പ്രഖ്യാപനത്തിലൂടെ തന്നെ വ്യക്തമാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇന്നലെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുകയും അതിനുശേഷം ഇന്ന് യോഗം ചേരുകയും പിന്നീട് നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ കമ്മീഷണർമാർ കടന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അടക്കം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള നടപടിയിലേക്ക് എന്തായാലും കടന്നിരിക്കുകയാണ്. നാളെ 3 മണിക്ക് വിഗ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം. നമുക്കറിയാം സ്ഥാനാർത്ഥികളടക്കം പ്രഖ്യാപിച്ച് BJPയും കോൺഗ്രസും ഇതിന് തന്നെ പ്രചരണം ആരംഭിച്ച് ശക്തമാക്കിയിരിക്കുകയാണ്. ഗോകുൽ. ശരി നിതിൻ, ഏതായാലും സ്ഥാനാർത്ഥികൾ കളത്തിൽ സജീവമാണ്. ഇനി തീയതി മാത്രം പറഞ്ഞാൽ മതി. ആകാംക്ഷയേറുന്ന പ്രഖ്യാപനം നാളെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ അത് എത്ര ഘട്ടത്തിൽ നടക്കുമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഫലപ്രഖ്യാപനം അടക്കമുള്ള പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, എറണാകുളം കലൂരിൽ ഗോഡൌണിന് തീപിടിച്ചു. കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഗോഡൌണാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. എസ് ശ്യാംകുമാറിന്റെ വിവരങ്ങളുമായി. ശ്യാം, വീടുകളും ആളുകളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന അടുത്തടുത്തുള്ള ഒരു മേഖലയാണ് അവിടം. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഗോകുൽ, തീയണയ്ക്കാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഗോഡൌണിന്റെ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ, ആ മുകളിലൂടെ കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും നേരത്തെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ വളരെ വേഗത്തിലെത്തുകയും നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നവർ എത്തുകയും ചെയ്തിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മുകളിലൂടെ കയറി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. AC ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ള ഗോഡൌണാണ്. അതുകൊണ്ട് തന്നെയാണ് തീപിടുത്തം ഉണ്ടായപ്പോൾ വളരെ വേഗത്തിൽ പുക പ്രദേശത്താകെ നിറഞ്ഞത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലൂടെ തീപിടുത്തത്തിന് എത്തിയ ഒരാൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? ശരി ഇപ്പൊ ഒരു 1/4 മണിക്കൂർ ഉണ്ടാവും. ആദ്യ സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങള് നോമ്പുള്ളത് കൊണ്ട് നോമ്പ് തുറക്കാനായിട്ട് എല്ലാവരും കൂടി കൂടുന്ന ജംഗ്ഷനിൽ കറുപ്പള്ളി ജംഗ്ഷനിൽ കൂടിയിരിക്കുമ്പോഴാണ് ഇതുപോലെ അറിഞ്ഞ് പുക പോകണ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഓടി വന്നത്. ഓടി വന്നപ്പോൾ ഇവിടെ ആകെ കെട്ടി ആകെ ഗേറ്റൊക്കെ അടച്ച് ആകെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ഗേറ്റ് തന്നെ പൊളിച്ച് തന്നെയാണ് നാട്ടുകാരെ അകത്ത് കയറി. അങ്ങനെ പോലീസുകാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ എല്ലാ മേഖലയും എല്ലാവരെയും വന്നിട്ടാണ്
അകത്ത് കയറിയപ്പോൾ ഇവിടെയൊക്കെ ലോക്കായിരുന്നു. എല്ലാ ഡോറും പൊളിച്ചാണ് അകത്ത് കയറി. എല്ലാ ഡോറും അകത്ത് മേളിൽ ചെന്ന് മേളിലും പൊളിച്ചിട്ട് ഫയർഫോഴ്സിന് ഹോസ് അങ്ങോട്ട് എത്തിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഇറക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ നോമ്പ് ബാങ്ക് കൊടുത്തപ്പോൾ താഴത്തേക്ക് ഇറങ്ങി നോമ്പ് തുറക്കാൻ വേണ്ടി. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ ആളുകളാണ് പ്രതികരിച്ചത്. തീ അകത്തേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളായതിനാൽ തന്നെ അത് തീ പിടിച്ചപ്പോൾ അത് വളരെ വേഗത്തിൽ പുക ഇവിടെ ആകെ നിറഞ്ഞിരുന്നു. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ മുകൾ ഭാഗത്ത് അവരകത്തേക്ക് മുകളിലുണ്ടായിരുന്ന ആ ഷീറ്റുകൾ പൊളിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും അകത്തേക്ക് അവിടെ കയറിയാണ് നേരത്തെ ഫയർഫോഴ്സ് വെള്ളം ഉപയോഗിച്ച് തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഈ ഗോഡൌണിന്റെ അകത്ത് ഉൾപ്പെടെ കയറാനായിട്ട് ഗേറ്റുകൾ അടച്ചിരുന്നത് വലിയ തടസ്സമാണ് ഉണ്ടാക്കിയിരുന്നത്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. തീയല്ല, മറിച്ച് പുകയാണ് പ്രശ്നമാക്കിയത്. ഇപ്പോൾ തീ അകത്തുള്ളത് പൂർണ്ണമായും ഫയർഫോഴ്സ് കെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് ഉൾപ്പെടെ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ പരിശോധനകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കനത്ത പുകയുയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം എന്ന വിവരമാണ് ശ്യാംകുമാർ നൽകുന്നത്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം മാറി മാറി ഭരിക്കുന്നത് അഴിമതി സർക്കാരുകളാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നുവെന്നും വിമർശനം. LDF-ന്റേത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. OBC ബില്ലിനെയും മുത്തലാഖിനെയും അവർ എതിർക്കുന്നു. വിശ്വാസങ്ങളെ തകർക്കാനാണ് UDF LDF ശ്രമമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലും ഇത്തവണ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശരണം വിളിച്ചും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. अब केरला के लोग भी कह रहे हैं अब की बार 400 पार, अब की बार इत्तमण नानूरिलधिकम, इत्तमण इत्तमण इत्तमण. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, 2019 തന്നെ ഇത്തവണയും ശരണം വിളിച്ചു തുടങ്ങുന്നു പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി. മറ്റ് തെക്കൻ മധ്യ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഒപ്പം ഉണ്ടായിരുന്നു ആ വേദിയിൽ. പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടായിരുന്നു. എത്രത്തോളം പങ്കാളിത്തമുണ്ടായിരുന്നു റാലിയിൽ? ഗോകുൽ, ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ മോദി പത്തനംതിട്ടയിൽ വന്ന് പ്രസംഗിച്ചത്, അത് ശരണം വിളിച്ച് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ശരണം വിളിച്ച് മോദി പ്രസംഗിച്ചത്. കൂടാതെ മലയാളത്തിൽ പത്തനംതിട്ടയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ 400, അത് മോദി പറയുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക, BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമാണ് അത്തരത്തിൽ മോദിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായത്. അത് സദസ്സിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 400 എന്ന് മോദി പറഞ്ഞതിനു ശേഷം അത് കവിയും എന്ന് സദസ്സിനെ കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയിപ്പിക്കുകയായിരുന്നു. കൂടാതെ CPM-നും അതുപോലെ തന്നെ LDF-നും UDF-നും ഒക്കെ എതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചത്. വികസനത്തെ പിറകോട്ടടിക്കുകയാണ്, വികസനം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് മുന്നണികളും എന്ന് പറഞ്ഞ മോദി, വിശ്വാസികൾക്കെതിരാണ് ഈ രണ്ട് മുന്നണികളും. ഇതിൽ കൂടാതെ ക്രിസ്തീയ പുരോഹിതന്മാർ കൂടി കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് പൂഞ്ഞാറിലെ സംഭവം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ എന്തായാലും കൃത്യമായ രാഷ്ട്രീയ ഭാഷണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും അനിൽ ആന്റണിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചു. മധ്യ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചു. ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, താമര വിരിയും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്തനംതിട്ടയുടെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും ശബ്ദമായി അവിടെ എത്താൻ BJP-ക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. പത്തനംതിട്ടയ്ക്ക് എന്ത് നൽകിയെന്നത് കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു നേട്ടങ്ങൾ എണ്ണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകരിൽ ഊർജ്ജമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ഈ റാലി അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനാണ് NDA സ്ഥാനാർത്ഥികളുടെ തീരുമാനം. ശരി, ശ്രീ ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വികസന നേട്ടങ്ങൾക്കൊപ്പം വിശ്വാസം തന്നെയാണ് ഇത്തവണയും മുദ്രാവാക്യം പ്രചാരണം എന്ന് ഉറപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പത്തനംതിട്ടയിലെ പ്രസംഗം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകാൻ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, നേരത്തെ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ അടക്ക സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനുമതി നിഷേധിക്കുന്ന ഘട്ടമുണ്ടായത്. ഇന്ന് കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? BJP-യുടെ തയ്യാറെടുപ്പുകൾ എങ്ങനെ? ഗോകുൽ, 98-ൽ അതായത് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ 98-ലുണ്ടായ സ്ഫോടനം, അതായിരുന്നു പ്രധാനമായും അനുമതി നിഷേധിച്ചതിന് കോയമ്പത്തൂർ സിറ്റി പോലീസ് പറഞ്ഞിരുന്ന ഒരു കാര്യം. മറ്റൊന്ന് പൊതുപരീക്ഷയാണ്.
മാത്രമല്ല പൊതുപരീക്ഷ നടക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ഫ്ലക്സ് നിരോധനം, തമിഴ്നാട്ടിൽ സംസ്ഥാനത്ത് മുഴുവൻ ഫ്ലക്സ് നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഫ്ലക്സ് നിരോധനമുള്ളതാണ്. അവിടെ ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും സിറ്റി പോലീസ് ഈ പറഞ്ഞ രീതിയിൽ കോടതിയെ അറിയിച്ചിരുന്നത്. പക്ഷെ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ആനന്ദ് വെങ്കടേഷ് ഇതിനിപ്പോൾ അനുമതി നൽകണമെന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം, മറ്റു മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അവിടെ റാലി നടത്താൻ അനുമതി നൽകണമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് വിധിയിൽ വന്ന ഉത്തരവിൽ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പറയുകയും ചെയ്തിട്ടുള്ളത്. 18-ാം തീയതിയാണ് ഈ റാലി നടക്കുന്നത്. അതായത് KS പുരം മുതൽ മേട്ടുപ്പാളയം റോഡ് മുതൽ KS പുരം വരെയുള്ള 4 കിലോമീറ്ററാണ് അനുമതിക്കായി നൽകിയിരുന്നത്. അവിടെയാണ് റോഡ് ഷോ നടക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതിന് കൃത്യമായ അനുമതി തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ കന്യാകുമാരിയിലാണ് അദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടങ്ങുന്നത്. രൂക്ഷമായ വിമർശനമാണ് DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. തമിഴ്നാട്ടിൽ BJPയെ വലിയ തോതിൽ തന്നെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തോടുകൂടി, തമിഴ്നാട്ടിലെ വിജയത്തോടുകൂടി ഇന്ത്യ സഖ്യം, DMK കോൺഗ്രസ് സഖ്യം തകർന്നടിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല DMK എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. മാത്രമല്ല സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ DMK ചെയ്തിട്ടില്ല തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനമാണ് എന്തായാലും കന്യാകുമാരിയിൽ അദ്ദേഹം ഉന്നയിച്ചത്. ഇനിയിപ്പോൾ 2-3 ദിവസങ്ങൾ കൂടി എന്തായാലും ദക്ഷിണേന്ത്യൻ പര്യടനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാകും. ശരി മനീഷ്, ഏതായാലും തെക്കേ ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ കോട്ട പൊളിക്കുക എന്ന് തന്നെയാണ് മോദിയുടെയും BJPയുടെയും ലക്ഷ്യം. അടിക്കടി റാലികൾ, കോയമ്പത്തൂരിലും റോഡ് ഷോ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നു. കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. നിയമം നടപ്പാക്കണമെന്ന് കോൺഗ്രസും BJPയും ആഗ്രഹിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. നിയമം കേരളത്തിൽ നടപ്പാകില്ലെന്നത് മുഖ്യമന്ത്രിയുടെ അജ്ഞതയാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും പ്രതികരിച്ചു. പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ്, കേരളത്തിലെ MPമാരടക്കം CAA നിയമത്തെ എതിർത്തത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലോകസഭയുടെയും രാജ്യസഭയുടെയും TV-യിലുണ്ട്. ഞാൻ ഏതായാലും മുഖ്യമന്ത്രിക്ക് ശശി തരൂരിൻ്റെ 2 പ്രസംഗത്തിൻ്റെയും ET മുഹമ്മദ് ബഷീറിൻ്റെ പ്രസംഗത്തിൻ്റെയും ലിങ്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു തരാം. മുഖ്യമന്ത്രി അത് കണ്ടിട്ടെങ്കിലും താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക, കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും കൊടുത്തതുപോലെ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പേരിൽ ആർട്ടിക്കിൾ 13(2) അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഇനിയും ഒരു കേസ് കൊടുക്കാൻ പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ല് അത് നിയമമായി ഇപ്പോഴതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. എന്നാൽ കേരളത്തിലെ UDFും BJPയും ഒരേ സ്വരത്തിലാണ് ഇതിനെ കാണുന്നത്. രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ്. അത് ഇത് നമ്മൾ കൂട്ടിക്കൊള്ളേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിരുന്നു. മറ്റത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ്. അത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ചേരാൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നു വിചാരിക്കും. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷഫീദ്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നിലപാടിലെ ആത്മാർത്ഥത പ്രതിപക്ഷ നിരയിലെ 2 കക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുമ്പോൾ ഈ വാക്പോർ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഈ കേട്ട പ്രതികരണം പോലെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വളരെ രൂക്ഷമായിട്ടുള്ള വാക്പോര് അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടത്തുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ, ഏറ്റവും അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്പോര് അല്ലെങ്കിൽ അവകാശവാദം എന്നുകൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിച്ചത് ഈ നിയമം നടപ്പാക്കുന്ന കാര്യത്തിലടക്കം ഒരു കൃത്യമായ നിലപാട് അത് കോൺഗ്രസിനില്ല എന്നുള്ളതായിരുന്നു. അതിന് പകരം മറുപടിയുമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അത് ശുദ്ധ നുണയാണ് എന്നുള്ളതായിരുന്നു. പിന്നാലെയാണ് 11 ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് ദേശീയ നേതൃത്വം വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാതെ
ചെയ്യാത്തതെന്ത്? AICC പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയത് എന്തിന്? യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറിയത് സമരത്തിന്റെ കരുത്തു കുറയ്ക്കാനല്ലേ? സമരത്തിൽ പങ്കെടുത്ത പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തത് ആരെ പ്രീതിപ്പെടുത്താൻ? ഭാരത് ചോഡോ ന്യായ് യാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ 11 ചോദ്യങ്ങളാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തൊടുത്തുവിട്ടിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ്, KPCC ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള MM ഹസൻ അടക്കം മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു കേസ് നൽകുന്ന കാര്യത്തിൽ. അതടക്കമുള്ള വിഷയങ്ങളിൽ നാളെയും സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് ഈ വാക്പോര് തുടരും. അതിനിടെ CPM ആകട്ടെ ഈ നിയമം നടപ്പാക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന റാലി, അത് സമാന മനസ്സുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ബഹുജന റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഗോകുൽ. ശരി ഷഫീദ്, ഏതായാലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നിലപാടിലെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുകയാണ് CPM-ഉം കോൺഗ്രസും പരസ്പരം. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ പൗരത്വ നിയമ ഭേദഗതിയും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് കേരളത്തിൽ കൊഴുക്കുന്നത്. ആ വിവാദങ്ങളിൽ നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ് ഓരോ ദിവസവും. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.